മഹർ ഒന്ന് കാണിക്കാവോ? പേര് ഞാൻ കണ്ട് പറയട്ടെ? വേണ്ട, പേര് പറയണ്ട. എസ് വെച്ചാ തുടങ്ങുന്നു. നിങ്ങൾ ബാക്കി കണ്ടുപിടിച്ചു. ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ എന്തായിരുന്നു കാര്യം? എന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് എന്റെ സങ്കടം കണ്ടിട്ട് എന്റെ കൂടെ നിന്നാണ്. അല്ലാണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ കല്യാണത്തിലേക്കൊന്നല്ല പോയത്. ഞാൻ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഷൂട്ട് കഴിഞ്ഞ് വരികയാണെങ്കിലോ വൈകി വരികയാണെങ്കിലോ ഒക്കെ പറയുന്നത് വേറൊരു രീതിയിലാണ്. അവള് വേറെ ഇറങ്ങാൻ പോയിരിക്കുന്നു, അല്ലെങ്കിൽ അവള് വേറെ രീതിയിലാണ്. നമുക്കൊരു കൂടെ ഒരു പാർട്ട്ണറായിട്ട് നമ്മുടെ ഉണ്ട് എന്ന് പറഞ്ഞാല് നമ്മൾ അങ്ങനെ പറയില്ല എന്ന് എനിക്കൊരു തോന്നല് വന്നു. അതുകൊണ്ടാണ് ഞാനൊരു കല്യാണം കഴിക്കാന്നുള്ളൊരു തീരുമാനം എടുത്തത്. 15 വർഷം ഒരാളുടെ കൂടെ ജീവിച്ചില്ലേ, എന്നിട്ടും അപ്പൊ മനസ്സിലായി ആ ജീവിതം ഫ്ലോപ്പ് ആണെന്ന്. ഇക്കം 15 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ 5 മക്കളിനെ എനിക്ക് തന്നിട്ട് ഒക്കെ പോയി. ഇപ്പോഴും ഞാൻ ജീവിക്കണില്ലേ? ഇപ്പൊ ഇവനെ ഇതേപോലെ എന്റെ കൂടെ നിന്നിട്ട് അവനും പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ മുന്നോട്ട് ജീവിക്കുന്നുള്ളൂ. അറേഞ്ച് മാരേജ്, ഒരു പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ കല്യാണം കഴിക്കണില്ലേ? ഇപ്പൊ 4-5 മാസം ഒരാളായിട്ട് സംസാരിച്ച് പരിചയപ്പെട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അവരുടെ ഏറ്റെടുക്കുന്നത്. പുള്ളിക്ക് വേറൊരു മാരേജ് കഴിച്ചാൽ എന്റെ കൂടെ ഉണ്ടാവും. അവൻ കല്യാണം കഴിക്കണേ തന്നെ അവൻ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് ഉറപ്പാണ്. ബഷീർ ഇല്ലേ, 2 ആളെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ അവൻ വേറെ കല്യാണം കഴിക്കും. ആ രണ്ടാമത് വരുന്ന ഭാര്യക്ക് കുഴപ്പമുണ്ടെങ്കിലോ? അതെനിക്കറിയില്ല. ഒരു മനുഷ്യനെയും എത്ര വർഷം എടുത്താലും മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ്. എനിക്ക് നിങ്ങളെയും മനസ്സിലാക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇവിടെ ലൈഫിൽ വെച്ച് കളിക്കല്ലേ. കാരണം ഞാൻ അവനെ വിശ്വസിച്ചിട്ടാണല്ലോ നമ്മൾ അവന്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ അവൻ അങ്ങനെ എന്നെ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ പറഞ്ഞാൽ ഞാൻ അവൻ ലീഗലി മുന്നോട്ട് പോകും. കേട്ടോണോ? ഈ ഇന്റർവ്യൂ കാണുകയാണെങ്കിൽ കേട്ടോണോ? എത്ര നാള് വീട്ടിൽ വന്ന് താമസിച്ചത്? അതോ നിങ്ങൾ തമ്മിൽ വേറെ വീടെടുത്ത്? ഞങ്ങള് വേറെ റൂം എടുത്ത് താമസിച്ചത്. സത്യത്തിൽ അപ്പൊ കുട്ടികളെ മാറ്റി നിർത്തിയതല്ലേ? ഇല്ല, മാറ്റി നിർത്തി. നിങ്ങൾ തമ്മിൽ അത് ഇത് ആഘോഷിക്കാൻ വേണ്ടിട്ട് മാറ്റി നിർത്തിയതല്ലേ? അതിപ്പോ ആരായാലും ഒരു ഭാര്യ ഭർത്താവ്, ഇപ്പൊ എന്റെ ഒക്കെ ആണെങ്കിൽ പോലും നമ്മളൊരു റൂമിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടായിരിക്കുമല്ലോ, മക്കളൊരു റൂമിൽ അങ്ങനെയാണല്ലോ. പിന്നെ ഇവന് അങ്ങനെ അറ്റാച്ച് ആയിട്ടില്ലല്ലോ. അങ്ങനെ നാട്ടിൽ വന്നിട്ട് നിന്നിട്ട് ടൈം എടുത്തിട്ട് മക്കളിനായിട്ട് ഇത് ആയിട്ടില്ല. ആദ്യത്തെ ഹസ്ബൻഡ് ഉള്ളപ്പോ തന്നെ ഈ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു? എന്റെ ലിസ്റ്റിലുള്ള ഒരാളാണ്. എല്ലാവരും പറയുന്നത് സൗഹൃദം പണ്ട് മുതലേ എന്റെ ഇത് അറിഞ്ഞിട്ടാണ് ഹസ്ബൻഡ് മരിച്ചെന്നൊക്കെ. അത് ഒരിക്കലല്ല. ഇക്ക മരിക്കുന്നതിന്റെ ഒരു മാസം മുന്നേ ഞാൻ അങ്ങനത്തെ കുറച്ച് മെസ്സേജസ് ഇക്കാന്റെ ഫോണിൽ കണ്ടിട്ടുണ്ട്. ഗൾഫിലത്തെ ഒരു ചെക്കനായിട്ട് ബന്ധത്തിലാണ്. അപ്പൊ അവര് 2 ആളും അടുത്ത ആഴ്ച ഒളിച്ചോടി പോവും. എന്റെ ഇക്ക കിടപ്പിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനിൽ നിന്ന് ഒരുപാട് ക്യാഷ് മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജസ് ഉണ്ടായിരുന്നു. അവര് പറയുന്നുണ്ടായിരുന്നല്ലോ ഗൾഫിലുള്ള ഒരാളുമായിട്ടാ ബന്ധമെന്ന്. ഇപ്പൊ കല്യാണം കഴിച്ചേക്കുന്നതും ഗൾഫിലുള്ള ഒരാളല്ല. ആൾക്കാരിങ്ങനെ പലതും പറയുമ്പോ ഹസ്ബൻഡ് നീ കാരണമാണ് മരിച്ചത്, അല്ലെങ്കിൽ നിന്റെ അവിഹിതം പൊക്കിയോണ്ടാണ് മരിച്ചത് എന്നൊക്കെ കേൾക്കുമ്പോ ഇത്താക്ക് എന്താണ് തോന്നുന്നത്? കാരണം ഇല്ലാത്തത് പറയുമ്പോ നമ്മൾ ഡൗൺ ആവുമല്ലോ. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആള് അത് പിടിക്കേണ്ടതായിരുന്നു. ആൾക്ക് തെളിവ് സഹിതം കൊണ്ടുവരായിരുന്നു. അതൊന്നും ആള് ചെയ്തിട്ടില്ല. ചെറിയ ചെക്കൻ എന്നൊക്കെ പറയും. ഒരു സമയം വരെ ഇവന്മാര് നിൽക്കത്തുള്ളൂ. അത്രയും പ്രായമുള്ളത് കൊണ്ട് ഏത് നിമിഷം നമ്മളെ ഇട്ടിട്ട് പോവാം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഫ്രണ്ട്സുകൾ എന്റെ അടുത്ത് പറഞ്ഞത് നീ ഇത്ര ചെറുപ്പല്ലേ, ഇനി ഒരു കല്യാണം കഴിക്കണം എന്നാണ് എന്റെ ഫ്രണ്ട്സുകളൊക്കെ എന്നോട് പറഞ്ഞു തരാറ്. നമ്മളുടെ ഇപ്പൊ സമൂഹത്തിൽ ഈ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് ഭയങ്കരമായിട്ടുള്ള മോശം പേരാണ്. അപ്പൊ എനിക്ക് ആ ഒരു മോശം പേരുന്ന എനിക്കൊരു സപ്പോർട്ടിന് ഒരാളെ എനിക്ക് വേണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇവനാവുമ്പോ കുറച്ച് ബെറ്റർ ആവും എന്നുള്ളൊരു ഇതിന് തെരഞ്ഞെടുത്തു. ഇപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് പാതി പുള്ളിക്ക് കൂടെ വേണോന്ന് പറഞ്ഞാൽ ഇത്ത കൊടുക്കൂ? ഇപ്പോഴും ഞാൻ കൊടുക്കലുണ്ട്. ചോദിക്കണവർക്ക് ചോദിക്കുമ്പോ ഞാൻ പൈസ അയച്ചു കൊടുക്കലുണ്ട്. എനിക്ക് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായപ്പോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അവനിക്ക് നാട്ടിൽ വന്നപ്പോൾ ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ അയച്ചു കൊടുക്കും. സഹായിച്ചതിന്റെ ഇരട്ടി ഇപ്പൊ ഇത്ത തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്, അത്യാവശ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം വന്നിട്ട് അവനിക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെയിനും കൊടുത്തിട്ടുണ്ട്, ഒരു റിംഗ് കൊടുത്തിട്ടുണ്ട്. സിനിമത്തില് സ്വർണം കൊടുത്തുവിടാന്നല്ലേ കൊടുക്കുക? ഇപ്പൊ ആര മുസ്ലിങ്ങളൊക്കെ ഗോൾഡ് ഇടാത്തത് എല്ലാവരും ഗോൾഡ് ഇടുന്നത്. എല്ലാവർക്കും മഴവിൽ കേരളത്തിലേക്ക് സ്വാഗതം. രണ്ടാമത് ഒരു കല്യാണം കഴിച്ചു എന്നതിന്റെ ഒറ്റ പേരിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്നും നെഗറ്റീവ് മാത്രം ഏറ്റുവാങ്ങുന്ന ഒരു സ്ത്രീ ഷാജിദ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖാണ്. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിശേഷങ്ങൾ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, എന്നാലും എന്തോ ഒരു വിശേഷം ഉണ്ട്. കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞായിരുന്നോ? പുള്ളി എവിടെയാണ് താമസിക്കുന്നതൊക്കെ? ആള് വർക്ക് ദുബായിലാണ്.
അപ്പം ഇത്തായി ദുബായിലോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല അല്ലേ? അപ്പം വിവാഹത്തിന് ആദ്യമേ ഒരു പ്രായം കുറഞ്ഞ ആളാന്ന് കേട്ടു, സത്യമാണോ? എത്ര വയസ്സുണ്ട് പുള്ളിക്ക്? 26. പുള്ളിയുടെ പേരെന്താണ്? പേരൊന്നും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. ഒന്ന് പറയാവോ? സീക്രട്ട് ആയിട്ട് വെച്ചേക്ക. പുള്ളിക്ക് എന്താ ജോലി? ഷോപ്പാണ്, മൊബൈൽ ഷോപ്പാണല്ലേ? നാട്ടിലാണോ അതോ പുറത്താണ്? ദുബൈയിൽ. അപ്പൊ ഇത്ത ഇനി ഇവിടെ തന്നെ സെറ്റിൽഡ് ആവാനാണോ പ്ലാൻ, അതോ ദുബായിലേക്ക് പോയി പുള്ളിയുടെ കൂടെ? തീരുമാനിച്ചിട്ടില്ല. ഒന്നും തീരുമാനിച്ചിട്ടില്ല അല്ലേ? ഇത്താടെ രണ്ടാമത്തെ വിവാഹമാണല്ലേ? അപ്പൊ ഇത് വീട്ടുകാരൊക്കെ അറിഞ്ഞപ്പം എങ്ങനെയായിരുന്നു? വീട്ടുകാരറിയാന്ന് വെച്ചാല് വീട്ടില് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അറിയാം, ഓൾറെഡി രണ്ടാം വിവാഹം കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. പ്രത്യേകിച്ച് ആരോടൊന്നും പറയാൻ മാത്രം ആരുമില്ല, ഉമ്മ മാത്രമാണ് ഉള്ളത്. അനിയത്തിമാര് പറഞ്ഞാൽ അവരവരുടെ ലൈഫല്ല. ഞാൻ അവരുടെയായിട്ടൊന്നും ഷെയർ ചെയ്യാറില്ല. അവരെന്നായിട്ടൊന്നും ഷെയർ ചെയ്യാറില്ല, ഞാൻ അവരുടെയായിട്ടൊന്നും ഷെയർ ചെയ്യാറില്ല. എന്നാലും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവരാണല്ലോ അവര്. അപ്പൊ അവരടുത്ത് ചോദിക്കില്ലേ, നിന്റെ ചേച്ചി അല്ലെങ്കിൽ നിന്റെ സിസ്റ്റർ ഒരു രണ്ടാം വിവാഹം കഴിച്ചത് ഒരു ചെറിയ ചെക്കനെയാണ് എന്ന് പറയുമ്പം അവർക്കൊരു ഡിസ്കംഫർട്ട് ആവേണ്ട ആവശ്യമില്ല. കാരണം അവരാരും എന്റെ ലൈഫിൽ കടന്ന് ഇതാക്കണില്ല. ഫുള്ളായിട്ട് എന്റെ ലൈഫ് ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഞാനും എന്റെ മക്കളും മാത്രമാണ്. അപ്പൊ ആ ലൈഫിലോട്ട് ഇപ്പൊ എന്റെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്റെ ഉമ്മയോ ഒന്നും കടന്നു വരുന്നില്ല. ഇപ്പൊ നിൽക്കുന്നത് ഉമ്മയുടെ വീട്ടിലാണോ? അപ്പം ഉമ്മാക്ക് ഈ ഒരു കാര്യം അറിയണ്ടേ? കാരണം ഉമ്മാക്കും അറിയാം ജീവിതത്തിലേക്ക് ബാക്കിയുള്ളവർ വരണ്ടാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇപ്പൊ സ്വന്തം ജീവിതത്തിലുള്ളത് മാത്രമല്ലേ? അല്ല, ഈ രണ്ടാം വിവാഹത്തിനെ പറ്റിയിട്ടുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ വീട്ടില് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ എനിക്ക് എന്താ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. മക്കൾക്കെല്ലാം കുഴപ്പമൊന്നുമില്ല, മക്കൾക്കൊക്കെ ഓക്കെയാണ്. എല്ലാരും മക്കളായിട്ടൊക്കെ സംസാരിച്ച് ഓക്കെയാണ്. മക്കളുടെ കുറച്ച് ഏജ് ഡിഫറൻസ് ഉള്ള ഒരാളെ വാപ്പാന്ന് വിളിക്കേണ്ടി വരില്ലേ? അങ്ങനെ വാപ്പാന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ ഉപ്പ തന്നെ അവർക്ക് എപ്പോഴും ഉപ്പ. ഇപ്പൊ അവരൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് കണക്കാക്കുന്നത്. പുള്ളി ഇത്താടെ കൂടെ വന്ന് താമസിക്കാറൊക്കെ ഉണ്ടോ? ഇല്ല, ഞങ്ങളിപ്പോ ജസ്റ്റ് ആളിപ്പോ കുറച്ച് ദിവസത്തെ ലീവിനാണ് നാട്ടിൽ വന്നത്. വന്നപ്പോ ഞങ്ങള് നേരിട്ട് കണ്ടു, സംസാരിച്ചു, അങ്ങനെയൊക്കെ. അല്ലാണ്ട് ഇപ്പോ വീട്ടില് വന്നിട്ടുണ്ട്, താമസിച്ചിട്ടൊന്നുമില്ല. ഇക്കാടെ വീട്ടുകാർക്ക് അറിയാവോ നിങ്ങൾ മാരേജ്? അറിഞ്ഞു, ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഏകദേശം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോ അറിഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? പ്രതികരണം എനിക്കിപ്പോ ഞാൻ അവരുമായിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. എന്റെ അടുത്ത് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഉമ്മയൊക്കെ. വിളിച്ച് സംസാരിച്ചു, അത്രയൊക്കെ. ഇക്കാടെ ഫസ്റ്റ് മാരേജ് ആയിരുന്നു ഇത്ത? എവിടെ വെച്ചിട്ടായിരുന്നു മാരേജ് ചെയ്തത്? മാരേജ് ചെയ്തത് ഞങ്ങള് കണ്ണൂരായിരുന്നല്ലേ? പുള്ളിയുടെ ജമാത്തിൽ തന്നെ വെച്ചിട്ടായിരുന്നല്ലേ? കണ്ണൂര് അവരുടെ ജമാഅത്തല്ല, അവരുടെ നാട് അവിടെയാണ്. അങ്ങനെ പുള്ളിയുടെ വീട്ടുകാർക്കൊന്നും താല്പര്യം ഇല്ലായിരുന്ന പോലെ തോന്നിയിരുന്നു? അല്ല, അവർക്ക് അറിയില്ല, അറിഞ്ഞിട്ടില്ല. ഒരു ഒളിച്ചോടി കല്യാണം കഴിച്ച ഒരു ഫീല് വരുന്നില്ലേ? അങ്ങനെ ഇത്താടെ വീട്ടുകാർക്കും അറിയാൻ പാടില്ല, ഇക്കാടെ വീട്ടുകാർക്കും അറിയാൻ പാടില്ല. ഉള്ളതുകൊണ്ടും ആള് കുറച്ച് എന്താ പറയാ, ഞങ്ങള് കുറച്ച് ഇത് മറച്ചു വെക്കണം എന്നുള്ള ഒരു രീതിയിലായിരുന്നു. കാരണം ഞങ്ങള് സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത്. അപ്പോ നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും. ഞാൻ പിന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കണോണ്ട് തന്നെ അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് മറച്ചു വെക്കാന്നുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ ഞങ്ങളെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങളിങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോഴാണ് ആൾക്കാരെല്ലാവരും അറിഞ്ഞത്. അങ്ങനെയാണ് അവരുടെ വീട്ടുകാരും അറിഞ്ഞത്. അല്ലാതെ അറിഞ്ഞില്ല? ഇല്ലില്ല, ആരും അറിഞ്ഞില്ല. അവന്റെ ഫ്രണ്ട്സിനെ അറിയാം. മൂത്ത മോന്റെ അടുത്ത് ഈ ഒരു കല്യാണക്കാര്യം പറഞ്ഞപ്പം എന്താ തോന്നിയത്? അവര് പൊതുവെ അവരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാലും ഉമ്മാക്ക് എന്തോ ശരിയെന്ന് തോന്നണം, അത് ചെയ്തോളാനാ പറയും. അത്രയും പ്രായത്തിനുള്ള പക്വതയൊക്കെ ഉണ്ട് ഒരു കല്യാണം കഴിക്കാൻ പോവാ. അവര് ചെറുപ്പം മുതലേ നമ്മളുടെ കാര്യങ്ങളും മിക്കാന്റെ കാര്യങ്ങളും ഈ പ്രശ്നങ്ങളും എല്ലാം കണ്ടു വളർന്നുകൊണ്ട് തന്നെ പക്വതയുള്ള മക്കളാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഉമ്മാക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യാം, അത്രയും അവര് പറയുള്ളൂ. അല്ലാതെ അവരിതിനൊരു എതിർപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട, ഞങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല എന്നൊന്നും അവര് പറയാറില്ല. പിന്നെ ഈ പറയുന്ന വ്യക്തിനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ കല്യാണങ്ങളൊക്കെ വന്നപ്പോഴൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ വേണ്ട. കാരണം കല്യാണം കഴിച്ചവര് വന്നപ്പോ മക്കൾക്കൊരു ഇതുണ്ടായിരുന്നു, എന്തിനു വേണ്ട ഉമ്മച്ചി, അങ്ങനെ വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ പോവാന്ന്. പക്ഷെ ഇവന്റെ കാര്യം എടുത്തിട്ടപ്പോ മക്കൾക്ക് എല്ലാവർക്കും ഹാപ്പിയാണ്, സന്തോഷമാണ്. കാരണം ഇവന്റെ ക്യാരക്ടറും ഇവനായിട്ട് സംസാരിച്ചുകൊണ്ടും ഇവന് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക്. അവര് ആദ്യം ആ ഇക്കായ ഒരു 10-15 ദിവസമല്ലേ കണ്ടോളൂ. ആ ഒരു ദിവസം കൊണ്ട് നമുക്ക് സ്നേഹം കാണിച്ച് നിൽക്കാൻ പറ്റുമല്ലോ. അല്ല, എനിക്ക് വിളിക്കുന്ന ടൈമിലേക്ക് ഇവർക്ക് അറിയാലോ. എങ്ങനെ ഒരു 4-5 മാസമായിട്ട് ഞാൻ ഇവനായിട്ട് കോണ്ടാക്ട് ഉണ്ടല്ലോ. ഈ 4-5 മാസത്തെ പരിചയം മാത്രമേ ഉള്ളൂ? ആര്? ഇവനായിട്ടോ?
ഈ ഒരു 4-5 മാസം പരിചയമുള്ള ഒരാളെ എങ്ങനെ കല്യാണം കഴിക്കാൻ തോന്നി? എന്തോ വിശ്വസിച്ച് കല്യാണം അപ്പൊ കഴിക്കാൻ ഞാൻ തോന്നി? പറയട്ടെ, ഒരു ദിവസം നമ്മൾ വേറൊരു ആളിനെ അറേഞ്ച് മാരേജ്, പിന്നെ ഒരാളിനെ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ കൊണ്ട് നിർത്തണം. ഇവനെ നീ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ കല്യാണം നമ്മൾക്ക് പരിചയമേ ഇല്ല, ഒരു പരിചയം ഇല്ലാത്ത ഒരാളെ നമ്മൾ കല്യാണം കഴിക്കണില്ല. ഇപ്പൊ എന്റെ ഇക്കാനൊക്കെ എനിക്ക് ആ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അയാളായിട്ട് എനിക്ക് ഒരു കോണ്ടാക്ട് ഇല്ല, ഒരു ഇതുമില്ല. അപ്പൊ അങ്ങനെ ഒരാളെ നമ്മൾ കല്യാണം കഴിക്കുന്നില്ലേ? ഇപ്പൊ ഈ 4-5 മാസം ഒരാളായിട്ട് സംസാരിച്ച് പരിചയപ്പെട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അവരെ ഏറ്റെടുക്കുന്നത്. ഈ 4-5 മാസം എന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് ആക്ട് ചെയ്ത് നിൽക്കാൻ പറ്റിയ സമയമാണ്. നമുക്ക് മാക്സിമം ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ടൈം എടുക്കേണ്ടി വരും. ഈ 4-5 മാസം കൊണ്ടൊന്നും ഒരാളെ മനസ്സിലാക്കാൻ പറ്റില്ല. അതിനോട് എന്താ പറയാനുള്ളത്? ഞാൻ പറയണെങ്കിൽ ഒരു മനുഷ്യനെയും ഒരു എത്ര വർഷം എടുത്താലും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന്. എനിക്ക് നിങ്ങളെയും മനസ്സിലാക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്നെയും മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ട് ആരിനെ മനസ്സിലാക്കാൻ പറ്റില്ല. എന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, ഞാൻ എങ്ങനെയാണെന്നുള്ളത് ആർക്കും ഒരാൾക്കും അറിയില്ല. 15 വ്യക്തി ഇപ്പോ ഈ സോഷ്യൽ മീഡിയയില് യൂട്യൂബിലുള്ള ആ ഒരു സംഭവം മാത്രമേ അറിയുള്ളൂ. എന്റെ ഉള്ളിൽ എന്താണ്, ഞാൻ എന്താണ് എന്നുള്ളത് ആർക്കും അറിയാൻ പറ്റില്ല. 15 വർഷം ഒരാളുടെ കൂടെ ജീവിച്ചില്ലേ, എന്നിട്ടും അപ്പൊ മനസ്സിലായി ആ ജീവിതം ഫ്ലോപ്പ് ആണെന്ന്. വീണ്ടും ഒരു കുഴിയിലേക്ക് തന്നെ എടുത്ത് ചാടാനുള്ള കാര്യം? കുഴിയിലല്ലല്ലോ ചാടിയിരിക്കുന്നത്. അല്ല, കാരണം എന്താന്ന് വെച്ചാൽ ചെറിയ പ്രായമുള്ള ചെക്കനാണ്. വേറെയും നല്ല അവൻ ഓപ്ഷൻ വരുമ്പോ അങ്ങനെയുള്ള അതാണോ? ആ പേടിയൊന്നും എനിക്കില്ല. അഥവാ അങ്ങനെ ഒരു പക്ഷേ പോയാൽ എങ്ങനായിരിക്കും? അവൻ പോയാൽ ഇപ്പൊ ഇക്കം 15 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ 5 മക്കളിനെ എനിക്ക് തന്നിട്ടൊക്കെ പോയി. ഇപ്പോഴും ഞാൻ ജീവിക്കണില്ലേ? ഇപ്പൊ ഇവനെ ഇതേപോലെ എന്റെ കൂടെ നിന്നിട്ട് അവനും പോവണമെന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ മുന്നോട്ട് ജീവിക്കുന്നുള്ളൂ. അല്ല, എനിക്ക് ഡൗണായി പോവില്ല. ഇതൂടെ പോയാൽ വീണ്ടും ഒരു കല്യാണം കഴിക്കുമെന്ന് വീണ്ടും ആലോചിക്കുമോ? അതായത് അപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നുമല്ലോ, മാനസികാവസ്ഥ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും ആളില്ല, എനിക്ക് വീണ്ടും സപ്പോർട്ട് വേണമെന്ന് തോന്നി. അല്ല, അപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണോ അതുപോലെ ഇരിക്കും. അതേപോലെ ഇരിക്കും. പുള്ളി പോകത്തില്ല എന്ന് 100% ഉറപ്പാണ്. അവൻ എന്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പുള്ളിക്ക് വേറൊരു മാരേജ് കഴിച്ചാൽ എന്റെ കൂടെ ഉണ്ടാവും. മാരേജ് ഇപ്പൊ അവനിക്ക് അവന്റെ വീട്ടുകാർ സമ്മതിച്ചിട്ട്, അവരുടെ വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിൽ അവൻ വേറെ അവന്റെ വീട്ടുകാരുടെ ഇതിന് വേണ്ടിട്ട് അവൻ കല്യാണം കഴിക്കണേ തന്നെ അവൻ എന്റെ കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. അതൊരു അവിഹിതാവില്ലേ? അവിഹിതം പറഞ്ഞ എന്നെ ഫസ്റ്റ് കല്യാണം കഴിച്ചിട്ടാണല്ലോ അടുത്ത് കല്യാണം കഴിക്കുന്നത്. അങ്ങനെയല്ല. ഞങ്ങളുടെ സമുദായത്തില് 4 പോറ്റാൻ കഴിവുണ്ടെങ്കിൽ 4 ആളിനെ കല്യാണം കഴിക്കാന്നുള്ള ഒരു നിബന്ധന ഉണ്ട്. അപ്പൊ അവൻ എന്നെ ഇപ്പൊ ബഷീറില്ലേ 2 ആളിനെ പോറ്റി, 2 ആളിനെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ മൂത്ത അവളെ കല്യാണം കഴിച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ അവൻ വേറെ കല്യാണം കഴിക്കുന്നു. പക്ഷെ ആ രണ്ടാമത് വരുന്ന ഭാര്യക്ക് കുഴപ്പമുണ്ടെങ്കിലോ? അതെനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. അവൻ കല്യാണം കഴിക്കില്ല എന്നാണ് എനിക്ക് 100% ഉറപ്പ്. 26 വയസ്സേ ഉള്ളൂ. ഒരു 26 വയസ്സുള്ള പക്വത വരാൻ സമയമായിട്ടില്ല. അത്രയുള്ള ഒരാൾക്ക് പക്വത വരണമെങ്കിൽ മിനിമം ഒരു 32 വയസ്സെങ്കിലും എടുക്കും. ഒരാണിന്റെ പക്വത വരുന്ന പ്രായം മിനിമം 32 വയസ്സാണ്. അവൻ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല, മെയിന് സമ്മതിക്കില്ല. ഇല്ല, എന്റെ അവൻ എന്റെ കൂടെ ഉള്ളതിനും എന്റെ ഇതിനൊക്കെ ഇതുള്ളതുകൊണ്ട് എനിക്കിപ്പം വേറൊരു കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ലീഗലി മുന്നോട്ട് പോവാലോ. എന്തെങ്കിലും അറിഞ്ഞിട്ടോ കണ്ടിട്ടോ അല്ലോ ആയിരിക്കും പുള്ളി കല്യാണം കഴിച്ചത്? എന്നെ കണ്ടിട്ടോ? അതായത് ഇത്താടെ കയ്യിലുള്ള എന്തെങ്കിലും കണ്ടിട്ടോ? അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പൊ എന്താ സ്വത്ത് മുതലൊന്നും എന്റെ കയ്യിലില്ല. പിന്നുള്ളത് ആകെ ഒരു യൂട്യൂബ് ചാനലാണ്. യൂട്യൂബിൽ വരുന്ന വരുമാനം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ എന്റെ ഒരു മുതലും ഇല്ല. എന്നാലും ഇത്താക്ക് എങ്ങനെ പറയാൻ തോന്നി അവൻ വേറെ കല്യാണം കഴിച്ചാലും എന്റെ കൂടെ തന്നെ വന്ന് നിൽക്കുമെന്ന് ഭയങ്കര കോൺഫിഡൻസോടെ പറയുന്നു? അതെനിക്ക് 100% ഉറപ്പുണ്ട്. അത് വേറൊരു പെൺകുട്ടിയോട് ചെയ്യുന്ന ഒരു തെറ്റല്ലേ? അത് എന്നോട് ചെയ്യുന്ന തെറ്റല്ലേ? അപ്പൊ വേറെ പെൺകുട്ടി കല്യാണം ഇവന്റെ ജീവിതത്തിലേക്ക് വരുന്നത്? പുള്ളി അപ്പം പറയാണ്, എനിക്ക് അറിവില്ല പ്രായത്തിൽ നിന്റെ കഥകളും നിന്റെ സിമ്പതി എല്ലാം കേട്ട് തോന്നിയ ഒരു ക്രഷ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഇഷ്ടം മാത്രമാണ്. ഇപ്പൊ എന്റെ സാഹചര്യം മാറി, എന്റെ സിറ്റുവേഷൻ മാറി, ഞാൻ കുറച്ചുകൂടെ ആലോചിക്കാൻ തുടങ്ങി, മെച്യൂറായി എന്നൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ അറിയും. ലീഗലി തന്നെ പോകും, കൊടുക്കും ഉറപ്പായിട്ടും. കേട്ടാണോ? ഇന്റർവ്യൂ കാണുകയാണെങ്കിൽ കേട്ടാണോ? നമ്മുടെ ലൈഫില് വെച്ച് കളിക്കല്ലേ. കാരണം ഞാൻ അവനെ വിശ്വസിച്ചിട്ടാണല്ലോ നമ്മൾ അവന്റെ കൂടെ നിൽക്കണത്. അപ്പൊ അവൻ അങ്ങനെ എന്നെ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അവൻ ലീഗലി മുന്നോട്ട് പോകും. ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരെ അക്കൗണ്ട് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് പാതി പുള്ളിക്ക് കൂടെ വേണോന്ന് പറഞ്ഞാൽ ഇത്ത കൊടുക്കുവോ? ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ കൊടുക്കും. അതെല്ലാം തട്ടിയെടുത്തോണ്ട് പോയാൽ അങ്ങനെ തട്ടി അവനിക്ക് ഇപ്പോഴും ഞാൻ കൊടുക്കലുണ്ട്. ചോദിക്കണവർക്ക് ചോദിക്കുമ്പോ ഞാൻ പൈസ അയച്ചു കൊടുക്കലുണ്ട്. അവന്റെ ഒരാൾക്ക് എന്തിനാണ് ഇത്താളെ പൈസ? നാട്ടിൽ വന്നിട്ട് അവന് കുറച്ച് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായപ്പോ, എനിക്ക് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായപ്പോ അവൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അവനിക്ക് നാട്ടിൽ വന്നപ്പോ ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ അയച്ചു കൊടുക്കും. അത്രയ്ക്ക് അയച്ചു കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. എന്റെ കയ്യിലുള്ളത് ഞാൻ അയച്ചു കൊടുക്കും. ചോദിക്കുന്ന അയച്ചു കൊടുക്കും. അത്ര അന്ന് സഹായിച്ചതിന്റെ ഇരട്ടി ഇപ്പൊ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? കണക്കില്ലാതെ. കണക്കില്ല. ഉണ്ട്.
അത്യാവശ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കണക്കൊക്കെ വെക്കണ്ടേ? ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ആയിട്ട് ഇപ്പൊ വന്നാ നീ എന്റെ കയ്യിൽ നിന്ന് ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും കണക്കുണ്ടല്ലോ നമ്മുടെ കയ്യിൽ, അയക്കണേ എന്റെ പൈസന്റെ കണക്കുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോ അവനക്ക് എന്തെങ്കിലും ഒരു ഗോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് എന്റെ കയ്യിലുണ്ട്, എല്ലാം കണക്കും എല്ലാം ഉണ്ട്. ഇപ്രാവശ്യം വന്നിട്ട് അവനിക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ചെയിനും കൊടുത്തിട്ടുണ്ട്, ഒരു റിംഗ് കൊടുത്തിട്ടുണ്ട്. ഗോൾഡ്. മുസ്ലിം മതത്തില് സ്വർണം കൊടുത്തുവിടാന്നല്ലേ, പിന്നെ എന്തിനാണ് പുള്ളി അത് വാങ്ങിച്ചത്? നമ്മളിപ്പോ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാലോ. ഇപ്പൊ ആരും മുസ്ലിങ്ങളെ ഇപ്പൊ ഗോൾഡ് ഇടാത്തത്, എല്ലാവരും ഗോൾഡ് ഇടുന്നത്. പക്ഷെ ആ കൊടുക്കുന്നതിന് പകരം സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും വാങ്ങി മക്കൾക്ക് കൊടുക്കലുണ്ട്, മക്കൾക്ക് വാങ്ങിക്കലുണ്ട്, മക്കളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കലുണ്ട്. അതിൽ നല്ല ഇത്ത എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിലോട്ട് അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലേ? അതിനുള്ള വരുമാനം ഞാൻ ചെയ്യേണ്ട ബിസിനസ് കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്നുണ്ട്. ബിസിനസ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഒരു ഇതിൽ ഞാൻ തയ്യാറെടുത്തിട്ടുണ്ട് ഇപ്പൊ. അല്ല, എല്ലാം മുന്നിൽ കണ്ടിട്ടാ. ഞാൻ യൂട്യൂബ് മാത്രമാണ് വരുമാനം എന്ന് പറഞ്ഞിട്ട് നിൽക്കണില്ല, എല്ലാം മുൻകൂട്ടി കണ്ടത്. അതിപ്പോ ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയണില്ല എന്ന് മാത്രം. നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു. ചോദിക്കുമ്പോ പറയുന്നേ ഉള്ളൂ, അല്ലാതെ പറയുന്നൊന്നും ഇല്ല. അല്ലാത്ത എല്ലാ കാര്യങ്ങളിലും ഞാൻ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇത്ത പറയുന്നുണ്ടല്ലേ, എന്റെ യൂട്യൂബില് എന്റെ ജീവിത കഥകൾ മൊത്തം ഞാൻ പറയുന്നുണ്ടെന്ന്. എന്തെങ്കിലും അവരുടെ അടുത്ത് പറയാത്ത കാര്യങ്ങളും എല്ലാം ഉണ്ട്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഞാൻ കല്യാണം കഴിക്കുന്ന ഒരു ചെറിയ ചെക്കനെ ആണെന്ന് പറഞ്ഞിട്ട് യൂട്യൂബില് ഫാമിലിയോട് പറയാഞ്ഞത് എന്താ? അവരുടെ ഒരു ഒപ്പീനിയോടെ ചോദിക്കാനുണ്ടാ? കാരണം വയ്യാതെ കിടന്നപ്പോ അവരും സഹായിച്ചു, അവരുടെ പൈസ കൊണ്ടാണ് പാതിയും ജീവിച്ചത്. പാതി ജീവിച്ചു എന്ന് പറയാൻ പറ്റില്ല, സർജറി കഴിഞ്ഞത് അവരുടെ ഇതുകൊണ്ടാണ്. സർജറി ചെയ്യാനായി വേണ്ടി എത്ര എമൗണ്ട് വേണ്ടി വന്നു? അവര് എനിക്ക് അയച്ചു തന്ന എമൗണ്ട് ഒരു 50,000 അയച്ചു തന്നു. 50,000 ഒരു 70,000 രൂപ ആയിട്ടുണ്ട്. ബാക്കി 20,000 പുള്ളി ഞാൻ ചേർത്തതാണ്. പുള്ളി എത്ര തന്നു? അവൻ എത്ര അയച്ചെന്ന് എനിക്കറിയില്ല. അവന്റെ അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് അവൻ അയച്ചിരിക്കുന്നത്. അവൻ എത്ര അയച്ചെന്ന് അതിന് അവൻ കൊടുക്കണ സംഭവം പറയില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു പറഞ്ഞാൽ നിനക്കുള്ള പൈസ ഞാൻ അയച്ചിട്ടുണ്ട്, അത് വേറെ അക്കൗണ്ടിൽ നിന്ന് അയച്ചതെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അതെനിക്ക് അറിയില്ല. ചിലപ്പം പുള്ളി ഉദ്ദേശിക്കുന്നത് ഇപ്പം യൂട്യൂബിൽ നിന്ന് വേറെ പല പല അക്കൗണ്ടിൽ നിന്നാണല്ലോ പൈസ വരുന്നത്, അതിൽ നിന്ന് വെറുതെ അങ്ങ് പറഞ്ഞതാണെങ്കിലോ അയച്ചിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. പുള്ളി ഏത് അക്കൗണ്ടിൽ നിന്ന് അയച്ചെന്നും യൂട്യൂബിൽ നിന്ന് വരുന്ന ഫണ്ട് ഏതൊക്കെയാണ് ആരൊക്കെ അയക്കുന്നതെന്ന് പോലും അറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് വെറുതെ പറഞ്ഞതാണെങ്കിലോ? ആണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൻ അയച്ചില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് പരാതിയൊന്നുമില്ല. കാരണം അവന് കുറച്ച് കടങ്ങളുണ്ട്. അവന്റെ പെങ്ങളിലേക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടേല് അവനക്ക് ഒരു 4-5 ലക്ഷം രൂപ കടമുണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടാണല്ലോ. അതുകൊണ്ട് അവൻ അയച്ചില്ല പറഞ്ഞിട്ട് എനിക്ക് പരാതിയൊന്നുമില്ല. ഇപ്പം കുടുംബം നോക്കുന്ന അവനാണല്ലോ. അവന്റെ വീട്ടിൽ ഇപ്പൊ അവന്റെ ഉപ്പ വർക്കിന്. അതല്ല, ഇത്താടെ കുടുംബം കുഞ്ഞുങ്ങളുടെ പൈസക്കായാലും സ്കൂളിൽ ചേർക്കുന്നതിനായാലും ബുക്ക് വാങ്ങുന്നതിനായാലും പുള്ളി മാസം എന്തെങ്കിലും വെച്ച് അയച്ചൊക്കെ തരാറുണ്ടോ? കുടുംബകാര്യങ്ങൾ നോക്കാറുണ്ടോ? ഇപ്പൊ തുടങ്ങിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അവൻ അയക്കുക പറഞ്ഞാല് എന്തെങ്കിലും അത്യാവശ്യം ഞാൻ ചോദിച്ചു പറഞ്ഞാൽ അയക്കും. അല്ലാണ്ട് ഇപ്പൊ ഇങ്ങനെ മാസം ഇത്ര ഒരു എമൗണ്ട് നിനക്ക് തരാന്നൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ചോദിച്ചിട്ടും ഇല്ല. അത് അങ്ങനെ ചോദിക്കണ്ടേ? ഇപ്പം 5 പിള്ളേരില്ലേ, നീ എന്തായാലും ഗൾഫിലാണ് നിൽക്കുന്നത്, ഇപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നുള്ള ഒരു ചുമതല നിനക്കുണ്ട്, എന്റെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള കടമയുണ്ട്, അതുകൊണ്ട് നീ മാസം എനിക്ക് ഇത്ര എമൗണ്ട് വെച്ച് അയച്ചു തരണം, അപ്പൊ നമ്മുടെ കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും പറയണം. ഇനി വേണം അതൊക്കെ സംസാരിക്കാൻ. അവരുടെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞില്ലേ ഇക്കാടെ അടുത്ത്, എന്തിനാ ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ 5 മക്കളുള്ള ഒരു സ്ത്രീ, ഇല്ലില്ല നിനക്ക് ഇതിലും ബെറ്റർ ആയിട്ട് ഒരു ചെറിയ കുട്ടീനെ കിട്ടില്ലേ എന്നൊന്നും ആരും പറഞ്ഞു കൊടുത്തില്ലേ? അതെനിക്കറിയില്ല. ചോദിച്ചിട്ടില്ലേ അതിനെ പറ്റിയൊന്നും? ഇക്കാലത്ത് ചോദിച്ചിട്ടില്ലേ, നീ എന്തിനാണ് ഇത്രയും പ്രായം കുറഞ്ഞ, നീ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത്? എന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് എന്റെ സങ്കടം കണ്ടിട്ട് എന്റെ കൂടെ നിന്നാണ്. അല്ലാണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ കല്യാണത്തിലേക്കൊന്നല്ല പോയത്. ഞങ്ങള് കുറെ സംസാരിച്ച് ഇതാക്കി എല്ലാ കാര്യങ്ങളും എന്റെ അറിഞ്ഞ് എന്റെ സങ്കടമൊക്കെ കണ്ടിട്ടാണ്. ഞാൻ പറഞ്ഞാല് ഇക്ക മരിച്ചതിന് ശേഷം എനിക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. അതിനൊക്കെ അവൻ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നായിരുന്നു. അപ്പൊ ആ ഒരു ഇതാണ്. സൗഹൃദം ഇങ്ങനെ ആയിരുന്നു. ആദ്യത്തെ ഹസ്ബൻഡ് ഉള്ളപ്പോ തന്നെ ഈ ഒരു സൗഹൃദം? ഹസ്ബൻഡ് ഉള്ളപ്പോ ഒന്നും ഈ സൗഹൃദം ഇല്ല. ഹസ്ബൻഡ് മരിച്ചതിന് ശേഷമാണ് ആളെനിക്ക് മെസ്സേജ് ചെയ്തത്. പക്ഷെ എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഒരാളാണ്. എല്ലാവരും പറയുന്ന സൗഹൃദം പണ്ട് മുതലേ എന്റെ ഇതറിഞ്ഞിട്ടാണ് ഹസ്ബൻഡ് മരിച്ചെന്നൊക്കെ. അത് ഒരിക്കലല്ല, 100% സത്യമാണ്. കാരണം ഇവൻ അതിന്റെ മുന്നേ എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല. ഹസ്ബൻഡ് ഉള്ളൊരു സമയം തൊട്ടേ പുള്ളി വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു? ഉണ്ട്, റീൽസിനൊക്കെ ആള് ലൈക്ക് അടിക്കാറൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇത്താടെ വിഷമങ്ങൾ കേട്ട് ഒരു സിമ്പതിക്ക് വേണ്ടിയിട്ട് വന്നതായിരിക്കോ? അല്ല, സിമ്പതി അല്ല. എനിക്ക് പൊതുവെ ഇങ്ങനെ എന്നോട് സംസാരിച്ച് എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടമായി. അത്രയും മക്കളെ സ്വീകരിക്കാനും താല്പര്യമായിരുന്നു. 5 മക്കളൊക്കെ ഇഷ്ടമാണ്. അവരുടെ സംസാരിക്കലുണ്ട്, വീഡിയോ എടുക്കല്, അങ്ങനെയൊക്കെ ഉണ്ട്.
ഇക്ക എത്ര നാള് വീട്ടിൽ വന്ന് സ്വന്തം വീട്ടിൽ ഉമ്മാടെ അടുത്ത് തന്നെയാണോ വന്ന് താമസിച്ചത്, അതോ നിങ്ങൾ തമ്മിൽ വേറെ വീടെടുത്ത്? ഇല്ല, അവര് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് വന്നു പോയി അത്രേ ഉള്ളൂ. നിങ്ങളിപ്പോ ഒരുമിച്ച് താമസിച്ചത് ഞങ്ങള് വേറെ റൂം എടുത്ത് താമസിച്ചത്. ഹണിമൂണിനൊന്നും അങ്ങനെ ഞങ്ങള് വെറുതെ ഒരു ട്രിപ്പ് ഇങ്ങനെ കറങ്ങി അത്ര. കേരളത്തിൽ തന്നെ. ഒരു എത്ര ദിവസം പുള്ളിക്ക് ലീവ് ഉണ്ടായിരുന്നു? കുറച്ച് ദിവസം, 10-20 ദിവസം ഉണ്ടായിരുന്നു. 10-20 ദിവസം നിങ്ങൾ റൂം എടുത്ത് തന്നെയാണോ താമസിച്ചത്? അല്ലല്ല, ഞാൻ അത്ര ദിവസം ഇല്ല, ഒരു 1-2 ദിവസം മാത്രം ഞങ്ങള് ജസ്റ്റ് ഒന്ന് കറങ്ങി അത്ര. ഈ വീട്ടിൽ വന്നു പോകുമ്പോ ഉമ്മ ചോദിക്കാറില്ലായിരുന്നോ ഇതാരാ? ഉമ്മക്കറിയാം. ആദ്യമേ ഇട്ട് പറഞ്ഞല്ലോ ഉമ്മക്ക് അറിയില്ലായിരുന്നു. ഉമ്മക്ക് പറഞ്ഞ കല്യാണത്തിന്റെ കാര്യം ഞാൻ അറിയിച്ചിട്ടില്ല, പക്ഷെ ഇവൻ വിളിക്കണതും സംസാരിക്കണതും ഇവനെ സഹായിച്ചതും എല്ലാം അറിയാം. ആണല്ലേ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെന്ന് ഈ കല്യാണത്തിന് മുമ്പേ ഉമ്മക്ക് അറിയായിരുന്നു? ഉമ്മാനീട്ട് അങ്ങനെ ഞാൻ അതൊന്നും. കാരണം ഒരു ഭർത്താവും മരിച്ച ഒരു യുവതി സ്വന്തം വീട്ടിലെ 5 മക്കളുമായിട്ട് വന്ന് നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും ഫോണിൽ സംസാരിക്കുമ്പോഴും അതേപോലെ ഫ്രണ്ട്സുകള് ഇഷ്ടംപോലെ ആൾക്കാരെ എനിക്ക് വിളിക്കാറുണ്ടല്ലോ. അതൊന്നും സോഷ്യൽ മീഡിയ നിൽക്കുന്നതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നമ്മള് എല്ലാവരും വിളിക്കാറുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഇവനും വിളിക്കാറുണ്ട്. അങ്ങനെ ആരും വിളിക്കുക എന്താന്നൊന്നും ചോദിക്കില്ല. ഉമ്മ ഉമ്മയുടെ കാര്യം മാത്രം നോക്കി. എന്തുകൊണ്ടാണ് വീട്ടുകാരെ ഇതിലേക്ക് കൊണ്ടുവരാഞ്ഞത്? വീട്ടുകാർക്ക് ഇതിന് താല്പര്യമില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഉപ്പ ഞങ്ങളുടെ കൂടെ ഇല്ല. പിന്നെ സിസ്റ്റേഴ്സ് ആണ്, അവരവരുടെ കാര്യം നോക്കിയിട്ട് അവരുടെ ഇതിലാണ്, അവരധികം വരാറില്ല. പിന്നെ അവരുടെ ഹസ്ബൻഡുമാരെ അങ്ങനെ നമ്മുടെ വീട്ടിലൊന്നും വന്ന് നിൽക്കാറില്ല. അങ്ങനത്തെ ഒക്കെ കുറെ പ്രശ്നങ്ങൾ. പിന്നെ ഉമ്മ മെയിൻ ആയിട്ട് ഇപ്പൊ എന്റെ കാര്യത്തിൽ അങ്ങനെ ഇടപെടാറില്ല, ഞാനാണ് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഉമ്മക്ക് അതിലൊരു ഇതില്ല. ഉമ്മ തന്നെയാണോ കുഞ്ഞുമക്കളെ നോക്കുന്നതും ഒക്കെ? ഉമ്മ പറഞ്ഞാല് ഉമ്മ പണിക്കൊക്കെ പോകും, ഉമ്മ തൊഴിലുറപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോകും. പിന്നെ കുട്ടികളെ നോക്കാന്ന് പറഞ്ഞാല് അതിനിപ്പോ മെയിൻ ആയിട്ട് അവരെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവര് സ്കൂളിൽ പോകും വരും. പിന്നെ ഉമ്മയാണ്, ഞാൻ പുറത്തൊക്കെ പോകുന്ന ടൈമില് വീട്ടിൽ ഉമ്മയാണ് നോക്കാറ്. ഇത്ര ജോലിക്ക് പോകുന്നുണ്ടോ അപ്പൊ? അതോ യൂട്യൂബ് മാത്രമാണ്? അതിൽ നിന്നൊക്കെ അത്യാവശ്യം ഇൻകം കിട്ടുന്നുണ്ടോ? ഇപ്പൊ അത്യാവശ്യം ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾ കല്യാണം കഴിക്കണം എന്നൊരു ചിന്തയിലേക്ക് വന്നത്? ഒരുമിച്ച് ജീവിക്കാം എന്ന് തോന്നി തുടങ്ങിയത്? അതെനിക്കുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. കാരണം നമ്മള് ഒരുമിച്ച് എനിക്ക് പറഞ്ഞാല് നമ്മളുടെ ഇപ്പൊ സമൂഹത്തിൽ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് ഭയങ്കരമായിട്ടുള്ള മോശം പേരാണ്. അപ്പൊ എനിക്ക് ആ ഒരു മോശം പേരിന്ന് എനിക്കൊരു സപ്പോർട്ടിന് ഒരാളെ എനിക്ക് വേണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇവനാവുമ്പോ കുറച്ച് ബെറ്റർ ആവും എന്നുള്ളൊരു ഇതില് തെരഞ്ഞെടുത്തു. ഏറ്റവും ഡിപ്രഷൻ ആയ ടൈമിലാണ് പുള്ളി നല്ല സപ്പോർട്ടായിരുന്നു എല്ലാ ടൈമിലും. എന്റെ സർജറി ടൈമില്, അതുപോലെ തന്നെ എനിക്ക് വിഷമം ടൈമിലൊക്കെ അവൻ സപ്പോർട്ടായിട്ട് ഫിനാൻഷ്യലി അവൻ സഹായിച്ചു. നിങ്ങൾ ഇഷ്ടത്തിനാവുന്നതിന് മുമ്പേ പുള്ളി ഫിനാൻഷ്യലി സഹായിച്ചിട്ടുണ്ടല്ലേ? ഒന്നും അറിയാതെ തന്നെ വന്ന ഒരാളെ സഹായിച്ചു? ഒന്നും അറിയാതെ അല്ല, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോ അവൻ ഫസ്റ്റ് ആയിട്ട് എന്ത് പറ്റി ഇക്കാക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടാണ് അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു 1 വീക്ക് അങ്ങനെ സംസാരിച്ചു. പിന്നെ അവന് ഇഷ്ടമായി. പിന്നെ അവൻ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഡിപ്രഷനും കാര്യങ്ങളാകുമ്പോൾ ചിലപ്പോൾ ഞാൻ മെസ്സേജും കാര്യങ്ങളൊന്നും ഇടാത്തപ്പോൾ അവൻ എന്നോട് ചോദിക്കുമ്പോൾ എന്താ പ്രശ്നം ഏതാണ്, അങ്ങനെ കുറച്ച് ഫിനാൻഷ്യലി പ്രശ്നം. അപ്പൊ അവൻ എനിക്ക് എത്ര രൂപ വേണം, എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ അവൻ എനിക്ക് പൈസയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഓപ്പറേഷന്റെ ഫണ്ടും പുള്ളി തന്നെയാണോ? അല്ലല്ല, ഓപ്പറേഷന് ഞാൻ ഇതേപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മളെ സഹായിച്ചിരിക്കുന്നത്. ഓപ്പറേഷന്റെ കാശ് അത് അവനും അയച്ചിട്ടുണ്ട്, പക്ഷെ ഫുൾ ക്യാഷ് അവനെടുത്ത് അങ്ങനെയൊന്നുമില്ല. കുട്ടികളുടെ കാര്യമെല്ലാം ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ ഫുള്ള് പുള്ളി നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസം ആയാലും എന്തായാലും മോനെ പഠിപ്പിച്ച അവന്റെ ഷോപ്പില് വർക്ക് കാര്യങ്ങളൊക്കെ അവൻ ഓക്കെയാണ്, റെഡിയാണെന്ന് അവൻ പറഞ്ഞു. മൂത്ത മോനെ ഇക്കടെ സ്വന്തം ഷോപ്പ് തന്നെയാണോ? പാർട്ട്ണറായിട്ട് തുടങ്ങിയതാണ്. ആണല്ലേ? മഹർ ഒന്ന് കാണിക്കാവോ? മഹർ ഒന്ന് കാണിക്കാമോ? മഹറിന്റെ പേര് കാണിക്കാണ്ട് ഇങ്ങനെ കാണിക്കാം. അല്ലേ, അത് കാണിച്ചു കൊടുക്കും. എന്നായാലും എല്ലാ ആൾക്കാരും അറിയാനുള്ളതല്ലേ. ആയിക്കോട്ടെ, പക്ഷെ അത് പിന്നീട് അറിഞ്ഞാ മതി. മഹർ ഇക്ക തന്നെ കിട്ടിയതാണോ? സ്വർണ്ണം 2.5 പവൻ. 2.5 പവനുണ്ടല്ലേ? അപ്പൊ കൈ പിടിച്ചു തന്നത് ആരാണ്? കൈ പിടിച്ചു തന്നത് പേര് ഞാൻ കണ്ട്. പറയട്ടെ? വേണ്ട, പേര് പറയണ്ട. പറയട്ടെ? പറയാല്ലേ? ഇക്കാടെ വീഡിയോയിലൂടെ കണ്ടാൽ എന്നാലും എനിക്കങ്ങ് പറയണം. പറയട്ടെ? ഒരു ക്ലൂ കൊടുക്കാം. വേണ്ട, എസ് വെച്ചാ തുടങ്ങുന്ന. നിങ്ങൾ ബാക്കി കണ്ടുപിടിച്ചു. ഓക്കെ. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു പേരൊക്കെ റിവീൽ ചെയ്യാതിരിക്കുമ്പോ ആൾക്കാർക്ക് ഡൗട്ട് ആയിരിക്കും, നമ്മളെ പറ്റിച്ച് ആ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കുമോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വ്യൂസ് കൂട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരാളിങ്ങനെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഒരാളിനായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് ഒരിക്കലും പറയില്ലല്ലോ. ഒരാളിനായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോ സത്യമല്ലാത്ത കാര്യം ഒരിക്കലും പറയില്ല. അങ്ങനത്തെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അതിന് പിന്നെ വേറെ പേരായിരിക്കും.
അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലൂടെ കടന്നു പോണത്. പിന്നെ എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ നുണ പറയേണ്ട ആവശ്യമില്ല. പുള്ളി എല്ലാത്തിനും സപ്പോർട്ടാണ്. പുള്ളിയുടെ ഫേസ് എന്താണ് റിവീൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അക്കൗണ്ടിൽ നോക്കിയിട്ട് ഇല്ല, ഞാൻ കളഞ്ഞതാണ്. പിന്നെ ആൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇഷ്ടമല്ല. പൊതുവെ എനിക്ക് ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കണോണ്ട് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എതിർപ്പില്ല. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഇനി വീഡിയോ ചെയ്യണ്ട, നിന്റെ സകല കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, സോഷ്യൽ മീഡിയയിലിട്ട് ആൾക്കാരെ കാണിക്കണ്ട, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവനിക്ക് ഇഷ്ടമല്ല. എന്നാ പൊതുവെ ഞാൻ വീഡിയോ ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷെ അവൻ ഇപ്പൊ ഞാൻ ഇത്രയും റീച്ചായി നിൽക്കണോണ്ട് തന്നെ അവൻ ഇതൊന്നൊരു വരുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ വീഡിയോ കാര്യങ്ങൾ ഞാൻ കണ്ടിന്യൂ ആയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആയിരുന്നോ? അപ്പൊ അതിനൊരു സപ്പോർട്ടാണ്, പ്രശ്നമൊന്നുമില്ല. പുള്ളിക്ക് സോഷ്യൽ മീഡിയയിൽ വരണമെന്ന് താല്പര്യമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. പ്രൈവറ്റ് ലൈഫാണ് ആഗ്രഹിക്കുന്നത്. നേരെ തിരിച്ചു. ഞാൻ നേരെ തിരിച്ചു പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത് ശരിക്കും പറഞ്ഞാൽ ഫേമസ് ആവണം അങ്ങനെ പറഞ്ഞിട്ടല്ല വന്നത്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഈ ഫീൽഡിൽ ഇറങ്ങിയത്. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് ഈ ഫീൽഡിൽ നിന്നിട്ട് കുറച്ച് ഇതാവണം എന്നുള്ളതല്ല. നമ്മുടെ വരുമാനം നോക്കിയിട്ടാണ് വന്നത്. പക്ഷെ ഞാനിതിപ്പോ ഇക്ക മരിക്കുന്നതിന് മുന്നേ എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, അന്ന് തന്നെ 100K ഉണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ എനിക്ക് 100-300 സബ് ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോസ് ഒക്കെ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും കണ്ടതാണ്. നമുക്കിപ്പോഴും എന്റെ ഒരു 1.5-2 വർഷത്തെ വീഡിയോ അവിടെ കിടക്കുന്നുണ്ട്. ഉണ്ടല്ലേ? ആരായിരിക്കും മേ ബി അഥവാ സപ്പോസ് ഇങ്ങനെ ഇത്തായെ പറ്റി മോശമായിട്ട് വിളിച്ചു പറഞ്ഞത്? എനിക്ക് അറിയില്ല. ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറെ പെണ്ണുങ്ങളായിട്ട് തന്നെ കുറെ പേര് ഇപ്പൊ ഫേക്ക് ഐ ഡിന്നൊക്കെ ഒരുപാട് മെസ്സേജസ് ഇക്കൊക്കെ അയക്കാറുണ്ട്. കറന്റ്ലി ഉള്ള ഇക്കാക്ക് അയച്ചിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നീ എന്തിനാണ് അവളെ കെട്ടിയത്, അവൾക്ക് പ്രായമില്ല, അങ്ങനെയല്ല. ഏത് എന്റെ ഇപ്പൊ ഉള്ള ഇക്കാക്കൊന്നും അങ്ങനെ മെസ്സേജ് ഇല്ല. പഴയ ഇക്കാക്കാണ്. ഇപ്പുള്ള ആൾക്ക് അങ്ങനെ വളരെ മോശമായിട്ട് തന്നെയായിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. ഇത് ഇക്ക മരിക്കുന്നതിന്റെ ഒരു 2 വീക്ക് മുന്നേ, 2 വീക്കല്ല, ഒരു മാസം മുന്നേ ഞാൻ അങ്ങനത്തെ കുറച്ച് മെസ്സേജസ് ഇക്കാന്റെ ഫോണിൽ കണ്ടിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് എന്താണ്, ഞാൻ ഇൻസ്റ്റഗ്രാമില് ഇങ്ങനെ എന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇതാണല്ലോ നിന്റെ വൈഫിനെ നിനക്ക് നല്ല ഇഷ്ടമാണല്ലോ, അവളെ ഇങ്ങനെ എന്താണ് വേറൊരാളായിട്ട് ബന്ധത്തിലാണ്, ഗൾഫിലത്തെ ഒരു ചെക്കനായിട്ട് ബന്ധത്തിലാണ്. അപ്പൊ ഇവർ രണ്ടാളും അടുത്ത ആഴ്ച ഒളിച്ചോടി പോവും. പിന്നെ ഇവൾക്ക് നീ കിടപ്പിലാണെന്ന് പറഞ്ഞിട്ട്, എന്റെ ഇക്ക കിടപ്പിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനിൽ നിന്ന് ഒരുപാട് ക്യാഷ് മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്നോട് ഇക്ക സംസാരിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞാൽ സൈബർ സെല്ലിൽ എന്തായാലും കൊടുക്കണം. കാരണം എന്റെ ഭാഗത്ത് തെറ്റില്ല, എനിക്ക് വിശ്വാസമാണ്. എന്റെ ഫോൺ കൊണ്ടുപോകാൻ സൈബർ സെല്ലിൽ കൊടുക്കാം. മെസ്സേജസ് എവിടെ നിന്നാണ് ഇപ്പൊ അവൻ അയച്ച മെസ്സേജസ് ഇങ്ങോട്ട് അയച്ചു തരാൻ പറയാം. അതൊരു പെണ്ണാണ് സംസാരിച്ചത്. ഷെമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ID എന്നാണ്. ഫേക്ക് അക്കൗണ്ട് ആയിരുന്നു. ഫേക്ക് അക്കൗണ്ട് ആണെന്ന് തോന്നുന്നു. ഷെമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID എന്നാണ് അവള് വന്നത്. അവൾ എന്റെ ലൈവിലൊക്കെ കയറി വരാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ പുള്ളി വിശ്വസിക്കുമായിരുന്നോ? അല്ല, പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആള് പെട്ടെന്ന് അത് ഷോക്കായി, ആൾക്കൊരു ഷോക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ആളെന്നെ അന്വേഷിച്ച് നോക്കിയപ്പോ അവള് മോശം ക്യാരക്ടറാണ്. അവളുടെ ലൈവൊക്കെ രാത്രി കയറി നോക്കിയപ്പോ ഭയങ്കര മോശമായിട്ടുള്ള ലൈവൊക്കെ ആള് കണ്ടപ്പോ ആള് പറഞ്ഞു, ആളെനിക്ക് പിന്നെ വിളിച്ചു. ഞാനപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം വഴക്കുണ്ടാക്കി പിണങ്ങി ഞങ്ങള് അതിനെക്കുറിച്ച് വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു 15 വർഷം കൂടെയുള്ള എന്നെ വിശ്വാസമില്ല, ഒരു ദിവസം കൊണ്ട് ഒരു പെണ്ണ് വിളിക്കുമ്പോഴേക്കും ഇങ്ങനെ നിങ്ങളെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ വഴക്കുണ്ടാക്കിയിട്ട് ആള് പിന്നെ അത് കണ്ടുപിടിച്ചിട്ട് പിറ്റേ ദിവസം എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു അത് ഫേക്ക് ID ആണ്. എൻ്റെ അടുത്ത് കുറെ സോറിയൊക്കെ പറഞ്ഞു, ഞാനത് ചെയ്തത് തെറ്റാണ്, നിന്നേറ്റ് എന്നെ കുറെ അനാവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ ചൊല്ലിയിട്ട്. അപ്പൊ ഞാൻ ഫേക്ക് ID വന്നതാണ്, ഞാൻ കണ്ടുപിടിച്ചു അവളുടെ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നേരിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് സോറി പറഞ്ഞു. അതിൽ എനിക്ക് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം ആള് കാര്യം അറിയാണ്ട് ഇങ്ങനെ എന്നെ വഴക്ക് പറഞ്ഞതിന് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവര് പറയുന്നുണ്ടായിരുന്നല്ലോ ഗൾഫിലുള്ള ഒരാളുമായിട്ടാ ബന്ധമെന്ന്. ഇപ്പൊ കല്യാണം കഴിച്ചേക്കുന്നതും ഗൾഫിലുള്ള ഒരാളല്ലേ? പക്ഷെ ആ ചെക്കന്റെ ഫോട്ടോ വേറെ ആയിരുന്നു, വേറൊരു ചെക്കനായിരുന്നു. ഫോട്ടോ അയച്ചു അവളുടെ അമ്മായിന്റെ മോനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അയച്ചത്. ആ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെന്റെ പഴയ ഫോണിൽ അതിന്റെ ഇപ്പോഴും കിടക്കുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ. അവൾ അയച്ച മെസ്സേജിന്റെ അവളുടെ വോയിസ് ക്ലിപ്പ് എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയായിരുന്നു ഇപ്പോഴുള്ള ഹസ്ബൻഡ് ഇത്തായ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത്. ഇപ്പോഴുള്ള ആളോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഇക്കാന്റെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ മരിച്ചത്, എന്താ ഉണ്ടായത്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് ഇത്തായ സംശയമൊന്നുമില്ല, മെസ്സേജസ് ഒന്നും നോക്കാറില്ല. ഇൻസ്റ്റയുടെ പാസ്വേഡ് ഒക്കെ ചോദിച്ചു. ഇൻസ്റ്റന്റെ പാസ്വേഡ് അവന്റെ കയ്യിൽ തന്നെയാണ്. ആണല്ലേ? എന്റെ ഇൻസ്റ്റ അവന്റെ കയ്യിൽ തന്നെയാണ്. അങ്ങനെ ഇപ്പൊ അങ്ങനെ ഇത്രയും വിശ്വാസമുള്ള ഒരാളെ പാസ്വേഡ് ഒക്കെ ചോദിക്കും.
പാസ്വേഡ് ചോദിച്ചല്ല, അവൻ അങ്ങനെ എടുത്തതാണ്. ഇത്ത അറിഞ്ഞോണ്ട് തന്നെ എന്നാ നീ ഞാൻ പാസ്വേഡ് അറിഞ്ഞോണ്ട് വെച്ചോ തന്നെയാണ് കൊടുത്തത്. മെസ്സേജ് അപ്പൊ ഇപ്പോഴും മെസ്സേജ് ഒക്കെ വരുമ്പോ പുള്ളി കാണാറില്ല? അവൻ കാണാറുണ്ട്, അവൻ മെസ്സേജ് നോക്കാറുണ്ട്, ഞാൻ മെസ്സേജ് നോക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഇൻസ്റ്റയിൽ ഇപ്പൊ അധികം മെസ്സേജിന് റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല. കാരണം നമുക്ക് ഒരു ചെറിയ ചെക്കൻ വന്നല്ലേ, നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അല്ല അങ്ങനെയല്ല, അത്യാവശ്യം പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കും. ചെറിയ ചെക്കൻ വന്നോണ്ടല്ല, അങ്ങനെ വരുന്ന എനിക്കറിയുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇത്താക്ക് എന്നാലും ചെറിയ ചെക്കൻ വന്നപ്പം അയ്യോ ഇവനെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും, എന്റെ പിള്ളേരെ ഇവന് ഇഷ്ടാവോ, എന്റെ ടേസ്റ്റ് വേറെ അല്ലേ, അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലേ? ഷാരിഖിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണല്ലേ? വീഡിയോ കോൾ ഒക്കെ ചെയ്യുമ്പോ അവനാണ് ഫുള്ളായിട്ട് സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ ഹസ്ബൻഡ് എന്താ ഫേസ് റിവീൽ ചെയ്യാത്തെ? അത് അവന് ഇഷ്ടല്ല, അതുകൊണ്ടാണ്. ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊന്നും ഇഷ്ടമല്ല, എന്നെ അതിലൊന്നും ഉൾപ്പെടുത്തല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര നിർബന്ധിച്ചിട്ടൊന്നുമില്ലേ? നമ്മൾ രണ്ടുപേരൂടെ വന്ന ആൾക്കാർക്ക് കാണാൻ കുറച്ച് ആകാംക്ഷയായിരിക്കും, കുറച്ചുകൂടെ റീച്ച് കിട്ടും. അങ്ങനെ അവനിക്ക് ഇഷ്ടമല്ല. ഒന്നാമത്തെ അവന്റെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് അവന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരണ ഇഷ്ടമല്ല. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണോ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്? സത്യം പറയണം. അല്ല നിക്കാഹ് ഞങ്ങൾ ട്രിപ്പ് പോയത്. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ് ട്രിപ്പ് പോയത്. ഇത്താണക്ക് ഇപ്പൊ ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ അവരൊന്നും പറഞ്ഞില്ലേ ഇനി നീ കല്യാണം കഴിക്കണ്ട, അല്ലെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാനാ പറഞ്ഞത്, കുറച്ചുകൂടെ പക്വതയുള്ള ഒരാളെ കെട്ടാം? പക്ഷെ നമ്മളിപ്പം ചെറിയ ചെക്കൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു സമയം വരെ യുവമാര് നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും പ്രായമുള്ളത് കൊണ്ട് ഏത് നിമിഷം നമ്മളെ ഇട്ടിട്ട് പോവാം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒന്നാമത്തത് ഫ്രണ്ട്സുകൾ എന്റെ അടുത്ത് പറഞ്ഞത് നീ ഇത്ര ചെറുപ്പല്ലേ, ഇനി ഒരു കല്യാണം കഴിക്കണം എന്നാണ് എന്റെ ഫ്രണ്ട്സുകളൊക്കെ എന്നോട് പറഞ്ഞു തരാറ്. ഇനി ഒരു കല്യാണം വന്നാൽ നീ എന്തായാലും കല്യാണം കഴിച്ചോന്നാണ് അവരെ പറഞ്ഞത്, അല്ലാണ്ട് കല്യാണം കഴിക്കണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ല ഈ ഒരു ആലോചന വന്നപ്പോ വന്നിട്ട് ഞാൻ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തിട്ടില്ല. അവര് ചോദിക്കുന്നുണ്ട്, അവരുടെ അടുത്ത് ഞാൻ നേരിട്ട്, അവരിപ്പോ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്ത് നേരിട്ട് കണ്ട് സംസാരിക്കാന്നുള്ള ഒരു ഇതില് പറഞ്ഞല്ലോ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഈ ഒരു കാര്യം എന്താ വീട്ടുകാര് ഫ്രണ്ട്സ് എല്ലാരുമായിട്ട് മറച്ചു വെച്ച് ഹൈഡ് ചെയ്തത്? ഈ ഒരു കാര്യം എന്റെ മക്കളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കുഞ്ഞു പിള്ളേരല്ലേ, അവർക്ക് അറിയാൻ പാടില്ലല്ലോ. അപ്പൊ ഉമ്മ കല്യാണം കഴിക്കാന്ന് പറയുമ്പോ അവർക്കൊരു സന്തോഷമായിരിക്കും. അല്ല 15 വയസ്സായ മോനാണല്ലോ, അത്യാവശ്യം അവനക്ക് അറിയാം എല്ലാ കാര്യങ്ങളും. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്തായിരുന്നു കാര്യം? തീരുമാനം എടുക്കാൻ നമ്മള് സമൂഹത്തില് ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല, പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഏത് വഴിക്ക് പോയാലും നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഷൂട്ട് കഴിഞ്ഞ് വരികയാണെങ്കിലോ വൈകി വരികയാണെങ്കിലോ ഒക്കെ പറയുന്നത് വേറൊരു രീതിയിലാണ്, അവള് വേറെ കറങ്ങാൻ പോയിരിക്കുന്നു, അല്ലെങ്കിൽ അവള് വേറെ രീതിയിലാണ് എന്നുള്ളൊരു പറയുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് നമുക്കൊരു കൂടെ ഒരു പാർട്ട്ണറായിട്ട് നമ്മുടെ ഉണ്ട് എന്ന് പറഞ്ഞാല് നമ്മൾ അങ്ങനെ പറയില്ല എന്ന് എനിക്കൊരു തോന്നല് വന്നു. അതുകൊണ്ടാണ് ഞാനൊരു കല്യാണം കഴിക്കാന്നുള്ളൊരു തീരുമാനം എടുത്തത്. ഈ കലയില് ജീവിക്കണം എന്നുള്ള ഒരു ഇത് എനിക്കിപ്പോഴും എന്റെ ഇക്കാന്റെ ഓർമ്മകളുണ്ട്, അത് മറന്നിട്ടൊന്നുമില്ല. ഇപ്പൊ ഇവനൊക്കെ ഇപ്പൊ ഈ പറയുന്ന ആളിനെക്കാട്ടിയും എന്റെ ഇക്കാനെ അത് ഇവന്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്. എന്റെ ഇക്ക മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്, കാരണം അവനിക്കും അറിയാം. ഇപ്പോഴത്തെ ഇക്ക പറഞ്ഞിട്ടില്ലേ പഴയ ഹസ്ബൻഡിന്റെ കാര്യം സംസാരിച്ചോണ്ട് എന്റെ അടുത്ത് വരണ്ട? അല്ല അവനിക്ക് ഇഷ്ടമല്ല, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അത് ചിലപ്പോ ഞാൻ കയ്യിലൊക്കെ മൈലാഞ്ചിയിലൊക്കെ ഇക്കാന്റെ പേരൊക്കെ എഴുതലുണ്ട്, അതൊക്കെ കണ്ടു പറഞ്ഞ അവൻ അപ്പൊ ഞാൻ ആരാ ചോദിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാരും അങ്ങനെ ആയിരിക്കുമല്ലേ? അതുണ്ട്, എനിക്ക് ദേഷ്യമാണ്. അതൊക്കെ കുറെ മുന്നൊക്കെ എന്റെ അടുത്ത് ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് ഞാൻ എന്റെ കയ്യിൽ എന്റെ ഇക്കാന്റെ പേര് എഴുതലുണ്ട്. അപ്പൊ അത് ഞാൻ അവനിക്ക് കാണിച്ചു കൊടുത്താൽ അവൻ പറയും ഇപ്പൊ നമ്മളാരാ ബെസ്റ്റ്. പഴയ ഹസ്ബൻഡിന്റെ പേര് എഴുതിയിട്ട് ഇപ്പോഴത്തെ ഹസ്ബൻഡിനെ കാണിച്ചെടുക്കും, ഇത് കണ്ടോ? അങ്ങനെയൊക്കെ. അതിനെപ്പറ്റി നിങ്ങൾ വഴക്കായിട്ടുണ്ടോ? ഇതിന്റെ പേരിൽ തെറ്റിയിട്ടുണ്ടല്ലേ? നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോ ആരാ ആദ്യം വന്ന് മിണ്ടുന്നത്? അവൻ നല്ല തല്ലൂടും, ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. എന്തൊരു ചെറിയ കാര്യത്തിന് അവന് പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ ഞാൻ അവനോട് ചിരിച്ചിട്ടാ നിക്കാറ് എപ്പോഴും. പിന്നെ തല്ലൂടി പറഞ്ഞാൽ അവൻ തല്ലൂടിയിട്ട് പോവാണെന്ന് പറഞ്ഞാലും ബ്ലോക്ക് ഇട്ടിട്ടൊക്കെ പോകും. ആണോ? നമ്പർ ബ്ലോക്ക് ഇട്ടിട്ടൊക്കെ പോകും. പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് പിന്നെ വരും. ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാകുമ്പോ ദേഷ്യം വന്നിരിക്കുമ്പോ നമ്മളായാലും മനസ്സിൽ ഇങ്ങനെ പറയല്ലോ ഇവനെ ഒന്നും നോക്കണ്ടായിരുന്നു, ഒറ്റയ്ക്ക് അങ്ങ് ജീവിച്ചാ മതിയായിരുന്നു, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ക്യാരക്ടർ മനസ്സിലാക്കി നമുക്ക് അങ്ങനെ തോന്നണമെന്നില്ല, കാരണം അവരുടെ സ്വഭാവം അങ്ങനെയാണ് നമുക്ക് മനസ്സിലായി. നമ്മളെ അത്രയും ദേഷ്യം പിടിപ്പിച്ച് നമ്മളെ പറയുകയാണ് വഴക്ക്. നമ്മൾ സമാധാനത്തിൽ ഇരിക്കുമ്പോൾ വഴക്കുണ്ടാക്കുമ്പോ ആർക്കായാലും തോന്നില്ലോ ഏത് സമയത്താണോ ഇവനെയൊക്കെ എടുത്ത് തലയിൽ വെച്ചത്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. തോന്നുന്നല്ലേ?
എല്ലാവർക്കും ഞാൻ പറയും, അത് അവനോട് തന്നെ പറയും. എപ്പോഴാണോ നിന്നൊക്കെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് നിന്നേറ്റൊക്കെ എങ്ങനെ ആവാൻ തോന്നിയതാന്നൊക്കെ ചോദിക്കും. അപ്പൊ പുള്ളി എന്താ പറയാ? അവൻ തിരിച്ചും അങ്ങനെ പറയും, നിന്നേറ്റ് എപ്പോഴാണോ അങ്ങനെ ഉണ്ടാ, അങ്ങനെയൊക്കെ അവനും പറയലുണ്ട്. പുള്ളി നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നോക്കാറുണ്ടോ? അവനധികം കമന്റ്സുകളൊന്നും അറിയില്ല, നോക്കാറുണ്ട്. അവനതൊന്നും അതിനധികം മെയിൻ ചെയ്യണ്ടെന്ന് എന്നോട് പറയല്. ആണല്ലേ? കമന്റ്സ് ഒന്നും നീ ശ്രദ്ധിക്കുകയും ചെയ്യണ്ട, നീ നിന്റെ പണി എന്താ വെച്ചാൽ അത് നോക്കിയാൽ മതി എന്ന് പറയല്. പുള്ളി വന്നതിന് ശേഷം ഇത്താടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കാരണം ഡ്രസ്സിംഗ് ഒക്കെ മാറി, സ്റ്റൈൽ അടിമുടി മാറി. കുറച്ചു നാൾ, 1 വർഷം മുമ്പേ കണ്ടോണ്ടിരുന്ന, അല്ല 1 വർഷം അല്ല, 1 വർഷം എന്റെ ഇക്കാന്റെ കൂടെ ഉള്ളപ്പോഴും ഈ സ്റ്റൈൽ തന്നെയായിരുന്നു. അല്ല, അന്ന് കുറച്ചുകൂടെ ഒരു പാവമായിരുന്നു. ഇപ്പൊ ഭയങ്കര പക്വത, ഭയങ്കര മെച്ചൂരിറ്റി. മരിച്ചതിന് ശേഷം 1 വർഷം ഞാൻ കുറച്ച് എനിക്കൊരു ആ ഒരു സ്റ്റേജ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയായിരുന്നു. പക്ഷെ ഇക്കാന്റെ കൂടെ ഉള്ള ലൈഫും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. മോഡലായിട്ടും ആള് പറഞ്ഞ ഡ്രസ്സ് നമുക്ക് എടുത്തു തരും, അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഞാന്. പുള്ളിയും ചുരിദാർ തന്നെയാണോ എടുത്തിരുന്നത്? ജീൻസ് ഇങ്ങനെ പറഞ്ഞില്ലേ? ജീൻസ് അതൊന്നും എനിക്ക് അബായ ഇഷ്ടം. അബായാണ് ഇടാൻ. അവന്റെ നാട്ടിലൊക്കെ അങ്ങനെയാണ് സ്ത്രീകൾ ഇടല്. അബായാണ് അവനിക്ക് കൂടുതൽ ഇഷ്ടം. അല്ലാണ്ട് ഇങ്ങനെ ഞാൻ ഇടുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവന്റെ ഇഷ്ടം അതാണ്. ആണല്ലേ? പുള്ളി ഇസ്ലാം മതപ്രകാരം അങ്ങനെ ജീവിക്കുന്ന ഒരാളാണോ? മതത്തിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണോ? ഇസ്ലാം മതം. അപ്പൊ ഇസ്ലാം മതത്തിൽ ഇത്രയും ഇൻക്ലൂഡഡ് ആയ ഒരു വ്യക്തി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടില്ലേ നമ്മള് വീഡിയോ ചെയ്യുന്നത് തെറ്റാണ്, മുടി കാണിക്കുന്നത് തെറ്റാണ്, നീ പർദ്ദ ഇട്ടോണ്ട് നടന്നാ മതി എന്നൊക്കെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മള് വീഡിയോ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞില്ല. കാരണം നമ്മള് ഒരു വരുമാന മാർഗം ഇതായതുകൊണ്ട് അവൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അങ്ങനെ ആ മുക്കൊക്കെ അങ്ങനെ മൂത്ത മോന് തോന്നിയിട്ടില്ലേ? അവന്റെ കൂടെ പോയതിന് ശേഷം ഞാൻ കോഴിക്കോട് മക്കളും കൊണ്ടേക്ക് ഇറങ്ങാൻ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അവനക്ക് ടൈം ഉണ്ടായിരുന്നില്ല, കുട്ടികളെ എനിക്ക് കൊണ്ടുപോകാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ പോവാത്തത്. സത്യത്തിൽ അപ്പൊ കുട്ടികളെ മാറ്റി നിർത്തിയതല്ലേ? ഇല്ല, മാറ്റി നിർത്തി. നിങ്ങൾ തമ്മിൽ ആദ്യത്തെ മതവിധ ആഘോഷിക്കാൻ വേണ്ടിട്ട് മാറ്റി നിർത്തിയതല്ലേ? അല്ല, അതിപ്പോ ആരായാലും ഒരു എന്താ പറയാ, എങ്ങനെയായാലും ഒരു ഭാര്യ ഭർത്താവ്. ഇപ്പൊ എന്റെ ഒക്കെ ആണെങ്കിൽ പോലും നമ്മളൊരു റൂമിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടായിരിക്കുമല്ലോ, മക്കളൊരു റൂമിൽ അങ്ങനെയാണല്ലോ പൊതുവെ. പിന്നെ അത് എങ്ങടെയെങ്കിലും ഒക്കെ പോവണെങ്കിലും ഇക്ക മക്കള് എന്ന് വെച്ചാല് നമ്മളെ എങ്ങനെയും കറങ്ങാനുള്ള ആ ഒരു ഇതില് നമ്മള് ഇക്ക മക്കൾ ഇങ്ങനെ പോകും. പിന്നെ ഇവന് അങ്ങനെ അറ്റാച്ച് ആയിട്ടില്ലല്ലോ, അങ്ങനെ നാട്ടിൽ വന്നിട്ട് നിന്നിട്ട് ടൈം എടുത്തിട്ട് മക്കളിനായിട്ട് ഇത് ആയിട്ടില്ല. അതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറഞ്ഞുണ്ടാക്കുന്നത് ഈ പറയുന്ന ആദ്യത്തെ ഹസ്ബൻഡിന്റെ വീട്ടുകാരാന്ന് പറയുന്ന അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ? അതില് വാസ്തവം പറഞ്ഞാല് ഒന്നുമില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് പറഞ്ഞത് ഇക്കാന്റെ പെങ്ങളാണ് റംലു. സ്വന്തം പെങ്ങളാണ് റംല പറഞ്ഞൊരു, അവള് പറഞ്ഞതാണ് ഇപ്പൊ കുറച്ച് എല്ലാവരും വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ അവള് പറഞ്ഞതെന്ന് വെച്ചാല് 4 മാസം എനിക്ക് ഇക്ക മരിച്ചതിന് ശേഷം കുറച്ചൊരു ഡിപ്രഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ 4 മാസം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഉള്ള വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തു. ഈ സോഷ്യൽ മീഡിയയിൽ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി വെച്ചിരിക്കും. അതിനവള് പറഞ്ഞുണ്ടാക്കിയത് 4 മാസം ഞാൻ പ്രഗ്നന്റ് ആണ്, 4 മാസം പ്രഗ്നന്റ് ആയിട്ട് അബോർട്ട് ചെയ്തു, അതിനുവേണ്ടി അവള് റെസ്റ്റ് എടുക്കുകയായിരുന്നു എന്നൊക്കെയാണ് അവളിപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു സത്യമില്ല. എന്ത് സത്യം? അങ്ങനത്തെ സത്യം ഉണ്ടെങ്കിൽ അവള് തെളിയിക്കട്ടെ, ഞാൻ തയ്യാറാണ്. അത് അവള് തെളിയിച്ച് തരണം. നമ്മൾ ഏത് ഡോക്ടറിനെ കാണിച്ചു, ഒന്നാമത്തെ 4 മാസം ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീനെ ഒരിക്കലും അബോർട്ട് ചെയ്യാൻ ഡോക്ടർ സമ്മതിക്കില്ല. ഓപ്പറേഷൻ ചെയ്യാലോ, നമുക്ക് ഹസ്ബൻഡ് മരിച്ചിരിക്കുന്ന ടൈമാണ്, കുഞ്ഞിനെ നോക്കാൻ പാടില്ല എന്ന് പറ്റില്ല, അതിനുള്ള സാമ്പത്തികം ഇല്ല എന്ന് പറയുമ്പോൾ ഡോക്ടർമാര് സമ്മതിക്കുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അവര് തെളിയിക്കട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. അവര് പറയുന്ന 4 മാസമായ കുഞ്ഞിനെ അബോർഷൻ ചെയ്തു കളഞ്ഞു. അവർക്ക് അങ്ങനെ പറയാനുള്ള ഒരു കാരണം എനിക്കറിയില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് അവള് അങ്ങനെ പറഞ്ഞത്. ഞാൻ ഇതുവരെ ഇക്കാന്റെ പെങ്ങന്മാരെ കുറിച്ചിട്ട് നമ്മൾ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല. ഏത് ഇന്റർവ്യൂവിൽ ഞാൻ അവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഏട്ടന്മാരെ കുറിച്ച് പറയാന്നല്ലാണ്ട് പെങ്ങന്മാരെ കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ അവളിപ്പോ റീസെന്റ് ആയിട്ട് ഇങ്ങനെ ഇറക്കിയ സംഭവം പിന്നെ അത് കൂടുതൽ വൈറലായി, എല്ലാവരിലേക്കും എത്തിച്ചു, എല്ലാവരും അത് ഏറ്റെടുത്തു. അങ്ങനെയാണ് ഇപ്പൊ അത് ഇതായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു 15 പവൻ ഉണ്ടായിരുന്നു. ഈ 15 പവന്റെ എന്തെങ്കിലും ഒരു അംശം ഇപ്പോഴെങ്കിലും ബാക്കിയുണ്ടോ? ഒന്നുമില്ല. കെട്ടിയ താലി അടക്കം ഞാൻ ഊരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തിനായിരുന്നു? ബിസിനസിന് വേണ്ടിയിട്ട് താലിച്ചീന് അടക്കം ഊരി കൊടുത്ത ഒരാളാണ് ഞാൻ. ഇക്ക മരിക്കുമ്പോ ഒരു പണത്തൂക്കം പോലും എന്റെ കയ്യിലില്ല, 1 ഗ്രാം പോലും എന്റെ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ ചോദിച്ചിട്ടും ഇല്ല. ഇക്ക ആദ്യമേ ജോലി ബിസിനസ് ഒക്കെ തുടങ്ങിയപ്പം എനിക്ക് എന്റെ സ്വർണം തിരിച്ചു വേണം എന്ന് പോലും പറയാൻ പറ്റിയില്ലേ? ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ തല്ലൂടുമ്പോഴൊക്കെ പറയും, എനിക്ക് എന്റെ ഗോൾഡ് തിരിച്ചായിട്ട് എനിക്ക് ഇടാൻ വേണ്ടി തന്നതല്ലേ എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ തല്ലൂടുമ്പോ അങ്ങനെ പറയാന്നല്ലാണ്ട് ആൾക്കാർ തിരിച്ചു തരാനുള്ള കഴിവൊന്നും ആളുടെ കയ്യിലില്ല. അന്ന് ഇത്ത എപ്പോഴെങ്കിലും ആ ഇക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ബിസിനസ് ചെയ്യുമ്പോ നമുക്ക് കുടുംബക്കാരെ ഇൻക്ലൂഡ് ചെയ്യണ്ട, ഞാൻ
ഫിനാൻഷ്യൽ ആയാലും ഞാൻ നോക്കിക്കോളാം അറിയാണ്ടാണ് അവര് പറ്റിച്ചതാണ്. അവര് അറിയാണ്ട് വന്ന് പെട്ടതാണ്. കാരണം പണിക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയ ഒരാള് പിന്നീട് അവര് പാർട്ട്ണറായി അങ്ങനെയൊക്കെ പറ്റിച്ചതാണ്. ആ ഒരു കാരണം കൊണ്ടായിരിക്കുമോ സൂയിസൈഡ് ചെയ്തത്? അല്ല, ആ ഒരു കാരണം കൊണ്ടൊന്നല്ല. അതിന്റെ ശേഷം ഞങ്ങൾ കുറെ വർഷം ജീവിച്ചല്ലോ. അത് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് 2009 2010 വരെ ഞങ്ങള് അത് കഴിഞ്ഞ് കുറെ വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഇക്ക മരിക്കാൻ കാരണം. ഇക്ക മരിക്കാൻ കാരണം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം എല്ലാവരും പറയുന്നത് ഞാനാ കാരണം. എനിക്ക് കാമുകൻ ഉണ്ടായിരുന്നു, അങ്ങനെ അവൻ കൈയോടെ പിടിച്ചു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല, കൈയോടെ പിടിച്ചിട്ടാണ് അങ്ങനെ അവൻ സൂസൈഡ് ചെയ്തതാണ്. പക്ഷെ ഇക്ക മരിക്കുന്നതിന്റെ അന്ന് വൈകുന്നേരം 9 മണി വരെ എനിക്ക് വിളിച്ചിട്ടുണ്ട്. ആള് 9:30 വരെ സംസാരിച്ചിട്ടുണ്ട്. 9:30ക്ക് ശേഷമാണ് ആൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉച്ചയ്ക്ക് ഇവന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് പോലും ആള് ഡ്രസ്സ് എടുത്തിട്ട് അതിന്റെ ഡ്രസ്സിന്റെ ഫോട്ടോ അടക്കം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യൻ എന്തിനു സൂസൈഡ് ചെയ്യണം എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ദുരൂഹത തോന്നിയിട്ടുണ്ടോ? ദുരൂഹത പറഞ്ഞ ഫോണിൽ എന്തെങ്കിലും ആളാരെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞിട്ട് ഇതാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ പോലീസുകാരുടെ കയ്യിലായിരുന്നു ഫോണ്. പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഫോൺ എനിക്ക് കിട്ടണത്. ഫോണ് കിട്ടുമ്പോ ഒക്കെ അതില് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. അത് വീട്ടുകാർക്ക് കൊടുത്ത് വീട്ടുകാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഡിലീറ്റ് ആക്കി കളഞ്ഞതാണെങ്കിലോ അല്ലെങ്കിൽ പോലീസുകാരുടെ കയ്യിൽ തന്നെ ആയിരുന്നു. ഈ കേസിന് പുറമെ പോണ്ടെന്ന് വിചാരിച്ച് അവർക്ക് പറഞ്ഞ കുടുംബ പ്രശ്നമാണ് എന്നുള്ള ഒരു നിലയിലാണ് ഈ കേസ് അങ്ങനെ അവർ ക്ലോസ് ചെയ്തത്. ഇനി മേ ബി ഇക്ക ഡിപ്രഷൻ സ്റ്റേജിൽ വല്ലതും ആയിരുന്നു എന്ന് ഇക്കാക്ക് തോന്നിയിട്ടുണ്ടോ? അറിയില്ല. അല്ല, കൂടെ താമസിക്കുമ്പോ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആള് ഇടയ്ക്കിടയ്ക്ക് തല്ലുകൂടും. കാരണം ഞങ്ങള് ഒരു റീൽസ് ഇട്ട് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ റീൽസിന് കമന്റ്സ് ഒക്കെ വരുന്ന ആൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഓരോ കമന്റ്സ് ഇടുമ്പോ അതിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് തല്ലുകൂടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ആരെങ്കിലുമൊക്കെ അയച്ചാൽ അതിനെ ചൊല്ലിയിട്ടൊക്കെ സംസാരിക്കും, തല്ലുകൂടും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ അതിന്റെ പേര് തല്ല് എപ്പോഴും ഉള്ളതാണ്. അതെപ്പോഴും ഉള്ളതാണ്. സോഷ്യൽ മീഡിയ വഴിയുള്ള അതല്ലേ, അതെപ്പോഴും ഉള്ളതാണ്. അത് ഞാൻ അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും, അങ്ങനെയൊക്കെ. അതിന്റെ പേരിൽ ആള് സൂസൈഡ് ചെയ്യണമെന്ന് ഒരാവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ത്രീ തന്നെ ഇത്താടെ കമന്റ് ബോക്സിൽ വന്ന് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് ഇപ്പോഴും സംശയം കല്യാണത്തിന് മുമ്പേ, അതായത് ഇപ്പോഴത്തെ കല്യാണത്തിന് മുമ്പേ ഇക്ക മരിക്കാനുള്ള ഒരു കാരണം മെയിൻ ആയിട്ട് ഈ ഒരു സംഭവം കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇക്കാനെ അവരെ സോഷ്യൽ മീഡിയ വഴി എന്തൊക്കെയോ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട്. ആ ഒരു ഡൗട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്നെ കുറിച്ച് മോശം എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഐഡിയയിലാണ് ഇങ്ങനെ വന്നിട്ട് സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇക്ക മരിക്കുന്നതിന് മുന്നും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് ആരെങ്കിലും അയച്ചിട്ടുണ്ടാവുമായിരിക്കും. അതിന്റെ ഒരു ഡിപ്രഷനിൽ ആള് ചെയ്തിരിക്കുകയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ടൈമിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജസിനൊക്കെ റിപ്ലൈ ചെയ്യുമായിരുന്നോ? ഇല്ല, ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞാൽ എനിക്ക് അറിയുന്ന ആൾക്കാരനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യും. ആയിട്ടുള്ള റിപ്ലൈ ഒക്കെ കൊടുക്കും. ഹലോ ആയി, എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അല്ലാണ്ട് ഞാൻ മെസ്സേജസ് അധികം എടുത്ത് നോക്കാറില്ല. ആ ഒരു സമയത്തും നീ ഹസ്ബൻഡിനെ കളഞ്ഞിട്ട് വാ, ഞാൻ നിന്നെ പൊന്നുവളം നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു? പുള്ളി എപ്പോഴും ഫോൺ എടുത്ത് നോക്കുന്ന ഒരു ടൈപ്പായിരുന്നു. എന്റെ എപ്പോഴും ഫോൺ നോക്കും. സംശയരോഗമുള്ള ഒരു ടൈപ്പായിരുന്നു ആൾക്ക്. ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആൾക്ക് ഡൗട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആള് എപ്പോഴും ഫോൺ ചെക്ക് ചെയ്യും. ഇത്ത അതില് കുഴപ്പമൊന്നുമില്ല. ഫോൺ ചോദിച്ചാൽ ആൾക്ക് അറിയുന്ന ലോക്കാണ്. ആൾക്ക് എപ്പോ വേണമെങ്കിലും ചെക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. രഹസ്യമാക്കി ഒന്നും വെച്ചിട്ടില്ല, ലോക്ക് മാറ്റിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പുള്ളിക്ക് സംശയം വന്നു. ഡിലീറ്റ് ആക്കി കളയുന്നുണ്ടെന്ന് വല്ലതും വിചാരിച്ചായിരിക്കും? അല്ല, എനിക്ക് വരുന്ന മെസ്സേജസ് ആള് ഡിലീറ്റ് ചെയ്ത് കളയും. ഞാൻ കാണുന്നതിന് മുന്നേ ആള് ഡിലീറ്റ് ആക്കി കളയും. അന്ന് ആ ഫോട്ടോ അയച്ച് പുള്ളിയുടെ ID കണ്ടുപിടിച്ച് ഇക്ക പോയി മെസ്സേജ് അയച്ചിട്ട് അവര് ഒരു പെണ്ണ് അയച്ച ID ആണ്. അവളുടെ ID കണ്ടുപിടിച്ചിട്ട് ഇക്ക അവൾക്ക് ഭയങ്കരമായിട്ട് അവൾക്ക് റീപ്ലൈ കൊടുത്തിട്ടില്ല. അല്ല, ചെറുക്കന്റെ ID ചോദിച്ചിട്ടില്ലായിരുന്നു? ഇല്ല, ചെറുക്കൻ അങ്ങനെ ഇൻസ്റ്റഗ്രാം ID ഒന്നും ഇല്ല. ഏതോ ഒരു ചെറുക്കന്റെ ഫോട്ടോ ഇട്ടിട്ട് ഇവനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ റീൽസിലൊക്കെ അന്ന് നല്ല ഇതായിട്ട് നിൽക്കുന്ന ടൈം, പിന്നെ എനിക്ക് അക്കൗണ്ടിൽ ഇങ്ങനെ റീച്ച് കൂടുന്ന ടൈമായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ദേഷ്യം ഉള്ളത് കൊണ്ട് അയച്ചതാണോ, ഇനിയിപ്പോ ആരെങ്കിലും അറിയുന്ന ആൾക്കാര് ഞങ്ങളുടെ ബന്ധം പിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്ന് അറിയാൻ പറ്റില്ല. ഈ പറയുന്ന ആദ്യത്തെ ഹസ്ബൻഡിന്റെ പെങ്ങള് തന്നെ ആയിരിക്കുമോ ചെയ്തേന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. കാരണം കുടുംബം പിരിക്കാൻ വേണ്ടിയിട്ട് അവള് നമ്മളുടെ തെറ്റി നിൽക്കുന്ന ടൈമാണല്ലോ. ചിലപ്പോ അവൾ തന്നെ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട്. കാരണം അവൾക്കൊക്കെ അങ്ങനെ ഒരു ഐഡിയ വരും. കാരണം ഫേക്ക് ID ആണല്ലോ. ഇങ്ങനെ ഇക്കാക്ക് മെസ്സേജ് അയച്ചിട്ട് ഏതെങ്കിലും ഒരു ചെറുക്കന്മാരുടെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടാനാണോ പാട്? അതെ, അങ്ങനെ പറഞ്ഞതായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. ഇപ്പൊ അവള് ഇങ്ങനത്തെ ഒരു അപരാധം പറഞ്ഞുകൊണ്ട് തന്നെ അവളായിരിക്കും ഒന്നും ചെയ്തിട്ടുണ്ടാവാന്നൊരു ഡൗട്ട് എനിക്ക് ഇപ്പോഴുണ്ട്.
ആൾക്കാരിങ്ങനെ പലതും പറയുമ്പോ ഹസ്ബൻഡ് നീ കാരണമാണ് മരിച്ചത്, അല്ലെങ്കിൽ നിന്റെ അവിഹിതം പൊക്കിയോണ്ടാണ് മരിച്ചത് എന്നൊക്കെ കേൾക്കുമ്പോ ഇത്താക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് അതിനെ കുറിച്ചിട്ട് എന്താ പറയാ, എനിക്ക് അങ്ങനെ ഒരു മെന്റലി ഡൗൺ ആയിട്ടുണ്ടോ? ഉണ്ട്. കാരണം ഇല്ലാത്തത് പറയുമ്പോ നമ്മൾ ഡൗൺ ആവുമല്ലോ. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആൾ അത് പിടിക്കേണ്ടതായിരുന്നു, ആൾക്ക് തെളിവ് സഹിതം കൊണ്ടുവരായിരുന്നു. അതൊന്നും ആൾ ചെയ്തിട്ടില്ല. പിന്നെ മരിക്കുന്നതിന് മുന്നേ വരയ്ക്കും എന്നോട് സംസാരിച്ചിട്ടുണ്ട്, മക്കളോട് സംസാരിച്ചിട്ടുണ്ട്, മോന് ഡ്രസ്സ് വേറെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അതായത് വീട്ടുകാര് ചതിച്ചു, ഭാര്യ ചതിച്ചു, അങ്ങനെ ഒരു ചിന്ത വന്നത് കൊണ്ടായിരിക്കും പുള്ളി ഒറ്റ നിമിഷത്തിൽ ഒരു കടുങ്കൈ ചെയ്തത്? അല്ല, ഞാൻ ചതിച്ചിട്ടില്ലല്ലോ. അല്ല, അങ്ങനെ ഒരു തോന്നല് വന്നത് കൊണ്ടാവാം. എനിക്ക് ആ ടൈമിൽ എന്താ തോന്നിയത്, അതൊക്കെ ഒരു 10 മണിക്കൊക്കെയാണ് ആള് ഇത് ചെയ്യുന്നത്. 10 മണി വരെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്നും അടി ഉണ്ടാവുന്നതാണ്. എപ്പോഴും എന്തൊരു കാര്യം പറഞ്ഞിട്ട് അടി ഉണ്ടാവും. 2 ദിവസം 3 ദിവസം തല്ലൂടി തെറ്റും, സ്വിച്ച് ഓഫ് ആക്കിക്കും ഫോൺ, അങ്ങനെയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആളെന്നെ വന്നിട്ട് ഞാൻ എന്റെ ഭാഗത്തെ തെറ്റിച്ച് ഞാൻ സോറി പറയും, ആളുടെ ഭാഗത്തെ തെറ്റിച്ച് ആള് സോറി പറയും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ ഇതുവരെ ഇത്തായെ ഓരോന്നും ചോദിച്ച് കുഴപ്പിച്ചു. ഇനി നമുക്കൊരു കുഞ്ഞ് ഇടവേള എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും വരാം. ശരി.